Good morning, dear students. Today, in our English class, we are going to study a poem, The Rebel, written by D.J. Enright. Do you know who is a rebel? Sometimes we all act as rebels at home, schools, or even before our friends. Let us find out the meaning of rebel. ഒരു സമൂഹത്തിലെ എല്ലാവരും ഒരുപോലെ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അതിനെതിരായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് റിബൽസ്. യൂഷ്വലി റിബൽസ് ആർ ഫ്യൂ വെൻ കമ്പയർഡ് ടു ദ മജോറിറ്റി. സാധാരണ നമ്മുടെ സമൂഹത്തിൽ റിബൽസ് എന്ന് പറയുന്നവരെ വളരെ വിരലിലുണ്ടാവുന്ന ആൾക്കാരെ മാത്രമേ നമുക്ക് കാണത്തുള്ളൂ. എല്ലാവരും കൂടുതൽ സമൂഹത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് പോകുന്നവർ ആയിരിക്കും. അതിന് വിപരീതമായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നവരെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? റിബൽസ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ നല്ല പോസിറ്റീവായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന റിബൽസ് നമുക്കുണ്ട്. നമുക്കൊരു ഡെമോക്രസിയിൽ അത് വളരെ ആവശ്യവുമാണ്. നമ്മുടെ സമൂഹം പക്ഷേ റിബൽസിനെ അങ്ങനെ അങ്ങോട്ടങ്ങ് അംഗീകരിച്ച് തരികയും ഇല്ല. സ്കൂളുകളിൽ നിങ്ങൾക്കിടയിലും ഇത്തരം റിബൽസൊക്കെ ഉണ്ടായിരിക്കാം. നമുക്ക് ഏതായാലും ഈ റിബൽ എന്താണെന്നാണ് ഈ D.J. എൻറൈറ്റ് ഈ പോയത്തിലൂടെ വ്യക്തമാക്കുന്നത് എന്നൊന്ന് നമുക്കൊന്ന് നോക്കാം. Let us see what our poet tells us. The poem begins like this. Look at your text. The Rebel, written by D.J. Enright. D.J. Enright. The Rebel. Do you know anyone who always disagrees with you or your friends, or likes to do the opposite of what everyone thinks they should do? നമ്മുടെ കൂട്ടുകാർക്കിടയിൽ തന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു കോസിന് വേണ്ടി നിൽക്കുമ്പോൾ, ഒരു കാര്യത്തിന് വേണ്ടി ഒരു ഒത്തൊരുമയോടെ നിൽക്കുമ്പോൾ അതിനെതിരെ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നവരെയാണ് നമ്മൾ എന്ത് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റിബൽ എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലെറ്റ് us look at the poem. When everybody has short hair, the rebel lets his hair grow long. When everybody has long hair, the rebel cuts his hair short. When everybody talks during the lesson, the rebel doesn't say a word. When nobody talks during the lesson, the rebel creates a disturbance. So simple the poem. When everybody has short hair, the rebel lets his hair grow long. നമുക്ക് യൂഷ്വലി അറിയാം, നമ്മുടെ നാട്ടിലെ പുരുഷന്മാരെല്ലാം ഷോർട്ട് കട്ടാണ് അല്ലേ? വളരെ കുറച്ച് മുടി അവർ തലയിൽ വളരെ ഷോർട്ടായിട്ട് കട്ട് ചെയ്തിരിക്കുന്നവരാണ്. എന്നാൽ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇപ്പം മുടി നീട്ടി വളർത്തിയ മനുഷ്യരെയും നമുക്ക് കാണാം. അപ്പോൾ യൂഷ്വലി പുരുഷന്മാരെല്ലാം മുടി ഷോർട്ട് ഹെയർ ആക്കുമ്പോൾ അവരിൽ ചിലർ മാത്രം മുടി വളർത്തി കാണും. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത്? റിബൽ. അപ്പം വെൻ എവരിബഡി ഹാസ് ഷോർട്ട് ഹെയർ, ദ റിബൽ ലെറ്റ്സ് ഹിസ് ഹെയർ ഗ്രോ ലോങ്. അവൻ മുടി വെട്ടത്തിൽ അവൻ മുടി വളർത്തിക്കൊണ്ടേ ഇരിക്കും. ഗ്രോ ലോങ് എന്ന് വെച്ചാൽ എന്തുവാ? മുടി നീട്ടി വളർത്തിക്കൊണ്ടിരിക്കും. വെൻ എവരിബഡി ഹാസ് ലോങ് ഹെയർ, ദ റിബൽ കട്ട്സ് ഹിസ് ഹെയർ ഷോർട്ട്. ഇനി നമ്മൾ നോക്കിയേ, സ്ത്രീകളെല്ലാവരും എന്താ ചെയ്യുക? മുടി നീട്ടി വളർത്തുന്നവരായിരിക്കും, മുടി ഒരുപാടുള്ളവരായിരിക്കും സ്ത്രീകൾ. എന്നാൽ ചില പെൺകുട്ടികളെങ്കിലും ഷോർട്ട് ഹെയർ ആയിട്ട് കണ്ടിട്ടുണ്ടല്ലേ? വളരെ ബോയിഷ് കട്ട് ചെയ്തേക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാം. ഇവിടെ അത് തന്നെയാണ് ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നത്. വെൻ എവരിബഡി ഹാസ് ലോങ് ഹെയർ, എല്ലാവർക്കും നല്ല നീളമുള്ള മുടിയുള്ളപ്പോൾ റിബൽ എന്ത് ചെയ്യും? ദ റിബൽ കട്ട്സ് ഹിസ് ഹെയർ ഷോർട്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, മജോറിറ്റി എന്ത് ചെയ്യുന്നു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? റിബൽ എന്ന് പറയുന്നത്. വെൻ എവരിബഡി ഹാസ് ഷോർട്ട് ഹെയർ, ദ റിബൽ ലെറ്റ്സ് ഹിസ് ഹെയർ ഗ്രോ ലോങ്. When everybody has long hair, the rebel cuts his hair short. When everybody talks during the lesson, the rebel doesn't say a word. ഇനി ക്ലാസ് മുറിയിലേക്ക് നമുക്ക് വരാം. ക്ലാസ് മുറിയിൽ നമ്മൾ നോക്കുമ്പോൾ when everybody talks during the lesson, ക്ലാസ് ടൈമിൽ കുട്ടികളെല്ലാവരും നിരന്തരം സംസാരിക്കൂലേ? എന്നാൽ നമ്മുടെ ഈ കക്ഷി റിബൽ ഉണ്ടല്ലോ, ദ റിബൽ doesn't say a word. അവനൊരു അക്ഷരം പോലും മിണ്ടാതെ കീപ് സൈലൻസ് ആയിട്ട് ഇരിക്കും. വെൻ നോബഡി ടോക്സ് ഡ്യൂറിങ് ദ ലെസൺ, ഇനി ആരും ശബ്ദം ഉണ്ടാക്കാതെ വളരെ നിശബ്ദമായിട്ടിരിക്കുമ്പോൾ ദ റിബൽ ക്രിയേറ്റ്സ് എ ഡിസ്റ്റർബൻസ്. അപ്പം മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ തക്കവണ്ണം റിബൽ അവിടെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ്, എന്തെങ്കിലും ബഹളം, എന്തെങ്കിലും ടീച്ചർമാരുടെയും കുട്ടികളുടെയും എല്ലാം കണ്ണെത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പണിയാണ് ഒപ്പിക്കും. അപ്പം റിബൽ എന്ന് പറഞ്ഞ ആളെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല? വെൻ എവരിബഡി ടോക്സ് ഡ്യൂറിങ് ദ ലെസൺ, ദ റിബൽ ഡസൻറ്റ് സേ എ വേർഡ്.
When nobody talks during the lesson, the rebel creates a disturbance. Then, when everybody wears a uniform, the rebel dresses in fantastic clothes. വെൻ എവരിബഡി വെയേഴ്സ് എ യൂണിഫോം, സ്കൂളിലാണ് എല്ലാ കുട്ടികളും യൂണിഫോം ഇട്ട് വരുമ്പോൾ ദ റിബൽ ഡ്രസ്സസ് ഇൻ ഫണ്ടാസ്റ്റിക് ക്ലോത്ത്സ്. ഫണ്ടാസ്റ്റിക് എന്ന് വെച്ചാൽ വളരെ ആൾക്കാരെ എല്ലാം ആകർഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വസ്ത്രധാരണം ചെയ്തു വരും. ഇവിടെ ഒരു വാക്ക് കണ്ടോ, WEARS. കൂടുതൽ പേരും വിയേഴ്സ് എന്നത് പ്രൊനൗൺസ് ചെയ്യുന്നേക്കുന്ന കാണാം, പക്ഷേ വിയേഴ്സ് അല്ല, വെയേഴ്സ് എന്നാണത് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. വെൻ എവരിബഡി വെയേഴ്സ് എ യൂണിഫോം, ദ റിബൽ ഡ്രസ്സസ് ഇൻ ഫണ്ടാസ്റ്റിക് ക്ലോത്ത്സ് എന്ന് വെച്ചാൽ വളരെ എല്ലാവരും, നമ്മളിപ്പോൾ നോക്കി എല്ലാവരും യൂണിഫോം ഇട്ട് നിൽക്കുമ്പോൾ ഒരു കുട്ടി മാത്രം വളരെ കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും ശ്രദ്ധ എവിടേക്ക് പോകും? ആ കുട്ടിയിലേക്ക് പോകും. When everybody wears fantastic clothes, the rebel dresses soberly. ഇനിയും ഒരു ഫംഗ്ഷൻ എല്ലാവരും നല്ല കളർഫുള്ളായിട്ട് ഫണ്ടാസ്റ്റിക് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വരുമ്പോൾ ദ റിബൽ ഡ്രസ്സസ് സോബർലി എന്ന് വെച്ചാൽ എന്തുവാ? വളരെ മോശം, പുവർലി, അത്ര ഭംഗിയൊന്നും ഇല്ലാത്ത പരിതാപകരമായ ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് വരും. വെൻ എവരിബഡി വെയേഴ്സ് ഫണ്ടാസ്റ്റിക് ക്ലോത്ത്സ്, ദ റിബൽ ഡ്രസ്സസ് സോബർലി. In the company of dog lovers, the rebel expresses a preference for cats. In the company of dog lovers എന്ന് പറഞ്ഞാൽ എന്താ? നായകളെ ഇഷ്ടമുള്ളവരുടെ കൂട്ടത്തിൽ ചെന്നിരുന്ന് വർത്തമാനം പറയുമ്പോൾ നമ്മുടെ റിബൽ എന്ത് ചെയ്യും? എക്സ്പ്രസസ് എ പ്രിഫറൻസ് ഫോർ ക്യാറ്റ്സ്. അവന് ക്യാറ്റിനെയാണ് ഭയങ്കര ഇഷ്ടം. ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിരിക്കുന്ന ക്യാറ്റിനെയാണ്, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് പെറ്റായിട്ട് വളർന്ന ക്യാറ്റിനെയാണ് ഇഷ്ടം എന്ന് ഡോഗ് ലവേഴ്സിൻ്റെ ഇടയിൽ അവൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തും. ഇൻ ദ കമ്പനി ഓഫ് ക്യാറ്റ് ലവേഴ്സ്, ദ റിബൽ പുട്സ് ഇൻ ഗുഡ് വേർഡ് ഫോർ ഡോഗ്സ്. ഇനി ക്യാറ്റ് ലവേഴ്സിൻ്റെ അടുത്ത് ചെന്നാലോ അപ്പം പറയും നമ്മുടെ നായക്കുട്ടിയാണ് നല്ലത്, ഫെയ്ത്ത്ഫുൾ ഡോഗ് ആണെന്നൊക്കെ അവൻ പറഞ്ഞ് നായയെ പുകഴ്ത്തി പറയാം. അതാണ് ദ റിബൽ പുട്സ് എ ഗുഡ് വേർഡ് ഇൻ എ ഗുഡ് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? അത് നല്ല പ്രൈസി ആയിട്ടുള്ള, നല്ല പുകഴ്ത്തി പറയുന്നതായിട്ടുള്ള വാക്കുകൾ പറയും. അപ്പം നമുക്ക് ഇത്രയും ഒന്നുകൂടി ഒന്ന് നോക്കാം. ടീച്ചർ ഒന്നുകൂടി റീഡ് ചെയ്യും. ലുക്ക് അറ്റ് ദ ലൈൻസ്. When everybody has short hair, the rebel lets his hair grow long. When everybody has long hair, the rebel cuts his hair short. When everybody talks during the lesson, the rebel doesn't say a word. When nobody talks during the lesson, the rebel creates a disturbance. When everybody wears a uniform, the rebel dresses in fantastic clothes. When everybody wears fantastic clothes, the rebel dresses soberly. In the company of dog lovers, the rebel expresses a preference for cats. In the company of cat lovers, the rebel puts in a good word for dogs. ഇത്രയും ആ പേജിൽ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ലൈൻസിലേക്ക് പോകാം. അപ്പം നെക്സ്റ്റ് ലൈൻസ് ഒന്ന് നോക്കിക്കോണം. When everybody is praising the sun, the rebel remarks on the need for rain. എല്ലാവരും സൂര്യൻ ഉദിച്ചു, നല്ല വെയിൽ കിട്ടി, ബ്രൈറ്റ് സൺ ആണ് എന്നൊക്കെ പറയുമ്പോൾ പറയും മഴ കിട്ടാത്തതിനെ കുറിച്ച് പരിതപിക്കുന്നവനാണ് നമ്മുടെ റിബൽ. വെൻ എവരിബഡി ഈസ് പ്രൈസിങ് ദ സൺ, ദ റിബൽ റിമാർക്സ് ഓൺ എ നീഡ് ഫോർ റെയിൻ. വെൻ എവരിബഡി ഈസ് ഗ്രീറ്റിംഗ് ദ റെയിൻ, ദ റിബൽ റിഗ്രറ്റ്സ് ദ ആബ്സെൻസ് ഓഫ് സൺ. ഇനി എല്ലാവരും മഴയെ വെൽക്കം ചെയ്തു, അയ്യോ മഴ വന്നല്ലോ, കിട്ടിയല്ലോ, നമുക്ക് നല്ല ആശ്വാസമായല്ലോ, നമ്മുടെ ചൂടൊക്കെ കുറഞ്ഞല്ലോ എന്ന് പറയുമ്പോഴായിരിക്കും ഇവൻ പറഞ്ഞു ഷോ വെയിലില്ലാത്ത ഭയങ്കര കഷ്ടമായി പോയെന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ റിബൽ. വെൻ എവരിബഡി ഈസ് ഗ്രീറ്റിംഗ് ദ റെയിൻ, ദ റിബൽ റിഗ്രറ്റ്സ് ദ ആബ്സെൻസ് ഓഫ് സൺ. വെൻ എവരിബഡി ഗോസ് ടു ദ മീറ്റിംഗ്, ദ റിബൽ സ്റ്റേസ് അറ്റ് ഹോം ആൻഡ് റീഡ്സ് എ ബുക്ക്. ഇനിയും ഒരു മീറ്റിംഗ് നടക്കുക, ഒരു ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ എല്ലാവരും ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകും. എന്നാൽ റിബൽ ആ സമയത്ത് എന്ത് ചെയ്യും? ഈ സ്റ്റേസ് അറ്റ് ഹോം ആൻഡ് റീഡ്സ് ബുക്ക്. അവൻ വീട്ടിൽ നിന്ന് പുസ്തകം വായിക്കും. നമുക്കറിയാം ആനുവൽ ഫംഗ്ഷനൊക്കെ വരുമ്പോഴേ, അല്ലെ ഓണം സെലിബ്രേഷൻ, ക്രിസ്മസ് സെലിബ്രേഷൻ ഇതൊക്കെ വരുമ്പോൾ എല്ലാ കുട്ടികളും വന്ന് ഉത്സാഹത്തോടെ പങ്കെടുക്കുമ്പോൾ വീട്ടിലിരിക്കുന്ന കുട്ടികളുണ്ട് ഇല്ലേ? ഇനി നോക്കിയേ, വെൻ എവരിബഡി ഗോസ് ടു എ മീറ്റിംഗ്, ദ റിബൽ സ്റ്റേസ് അറ്റ് ഹോം ആൻഡ് റീഡ്സ് എ ബുക്ക്. When everybody stays at home and reads a book, the rebel goes to the meeting. ഇനി എല്ലാവരും വീട്ടിലിരിക്കുകയും പുസ്തകം വായിച്ചിരിക്കുകയൊക്കെ ചെയ്യുമ്പം നമ്മുടെ റിബൽ എന്ത് ചെയ്യും? അവൻ മീറ്റിങ്ങിലേക്ക് വേണ്ടിയിട്ട് പോകും. മീറ്റിംഗ് എന്നുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നവൻ പുറത്തിറങ്ങി നടക്കും. എല്ലാവരും ഇൻഡോറിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ വീടിനകത്തിരിക്കേണ്ട സാഹചര്യങ്ങളിലിരിക്കുമ്പോൾ ഇവൻ മാത്രം കറങ്ങി നടക്കാനായിട്ട് പോകും. When everybody says yes please, the rebel says no thank you. Sorry. When everybody says yes please,
നമുക്കിപ്പം എന്തെങ്കിലും ഒരു സഹായം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രിങ്ക്സ് വേണം എന്ന് പറയുമ്പോൾ യെസ് പ്ലീസ് എന്ന് പറയും. അപ്പം നമ്മൾ റിബൽ എന്ത് പറയും? നോ താങ്ക് യു. ഇനി അടുത്ത് നോക്കിക്കോ, വെൻ എവരിബഡി സേസ് നോ താങ്ക് യു പറഞ്ഞാൽ ഉടനെ ദ റിബൽ സേസ് യെസ് പ്ലീസ്. വെൻ എവരിബഡി സേസ് നോ താങ്ക് യു ദ റിബൽ സേസ് യെസ് പ്ലീസ്. ഇറ്റ് ഈസ് വെരി ഗുഡ് ദാറ്റ് വി ഹാവ് റിബൽസ്. നമുക്ക് ചില കാര്യങ്ങൾക്ക് നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റാത്ത ആശയങ്ങൾ ഒരു സമൂഹത്തിന് വേണ്ടി ഉയർന്ന വാക്കുകളിൽ സംസാരിക്കാൻ അല്ലെങ്കിൽ ഉയർന്ന ശബ്ദത്തോടെ സംസാരിക്കാനുള്ള റിബൽസൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ നമ്മുടെ സമൂഹം റിബൽസിനെ അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് യു മേ നോട്ട് ഫൈൻഡ് ഇറ്റ് വെരി ഗുഡ് ടു ബി വൺ. നമ്മൾ ഓരോരുത്തരും റിബൽ ആകണമെന്ന് വിചാരിച്ചാൽ അതായിരിക്കുന്ന അവസ്ഥ അതത്ര നല്ല കണ്ടീഷൻ ആയിരിക്കില്ല. ഒന്നുകൂടി നോക്കിക്കേ ഈ ലൈൻസിൽ. വെൻ എവരിബഡി ഈസ് പ്രൈസിങ് ദ സൺ ദ റിബൽ റിമാർക്സ് ഓൺ ദ നീഡ് ഫോർ റെയിൻ. When everybody is greeting the rain, the rebel regrets the absence of sun. When everybody goes to the meeting, the rebel stays at home and reads a book. When everybody stays at home and reads a book, the rebel goes to the meeting. When everybody says yes please, the rebel says no thank you. When everybody says no thank you, the rebel says yes please. It is very good that we have rebels. You may not find it very good to be one. ഇപ്പം DJ എൻറൈറ്റ് എഴുതിയിരിക്കുന്ന ഈ റിബൽ എന്ന ഭാഗം നിങ്ങൾക്ക് വളരെ മനസ്സിലായി കാണും, ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ലെറ്റ് us see the question and answer. Working with the language, let us see. In your textbook, working with the poem. If someone doesn't wear a uniform to school, what do you think the teacher will say? നിങ്ങൾ സ്കൂളിൽ യൂണിഫോം ഇട്ട് വരാതിരുന്നാൽ നിങ്ങളുടെ ടീച്ചർ എന്തായിരിക്കും നിങ്ങളോട് പറയുക? I think the teacher will say that he is a rebel because he alone doesn't wear a uniform. എന്തായിരിക്കും ടീച്ചർ പറയുക? I think the teacher will say that he is a rebel because he alone doesn't wear a uniform. Look at the second question. When everyone wants a clear sky, what does the rebel want most? When everyone wants a clear sky, the rebel wants rain most. What is the answer? When everyone wants a clear sky, the rebel wants rain most. Question number 3. If the rebel has a dog for a pet, what is everyone else likely to have? If the rebel has a dog for a pet, everyone else is likely to have a cat. എല്ലാവർക്കും റിബലിന് ഡോഗ് ഉള്ളപ്പം ബാക്കിയുള്ളവരുടെ പ്രിഫറൻസ് എന്തായിരിക്കും? ക്യാറ്റ് ആയിരിക്കും. What is the next question? Next question is fourth question. Why is it good to have rebels? എന്തുകൊണ്ടാണ് നമുക്ക് റിബൽസ് സമൂഹത്തിൽ ഉണ്ടാവുന്നത് നല്ലതാണ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. It is good to have rebels since they help us to think about both sides of the same situation. Okay, it is good to have rebels since they help. They means rebels help us to think about both sides of a same situation. ഒരു സിറ്റുവേഷൻ്റെ പോസിറ്റീവും നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്നവരാണ് റിബൽസ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. വൈ ഈസ് ഇറ്റ് നോട്ട് ഗുഡ് ടു ബി എ റിബൽ വൺസെൽഫ്? ഒരാൾ റിബലായിരിക്കുന്നു അത്ര നല്ലതല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം നമ്മുടെ സമൂഹം വേറിട്ട് ചിന്തിക്കുന്നവരെ ആക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി മടിയുള്ള കൂട്ടരാണ്. It is not good to be a rebel oneself because the people do not accept rebels generally. It is very difficult for a rebel to convince others and also to make friends. എന്ത് കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്? It is not good to be a rebel oneself. ഒരാൾക്ക് റിബൽ ആവുന്നത് അത്ര നല്ല ഗുണകരമായ അവനവനെ തന്നെ നോക്കുകയാണെങ്കിൽ ഗുണകരമായ കാര്യം. എന്തുകൊണ്ടാണ്? The people do not accept റിബൽസ്. ജനങ്ങൾ റിബൽസ് ആയിട്ടുള്ള ആൾക്കാരെ അങ്ങനെ അങ്ങോട്ട്
അംഗീകരിക്കത്തില്ല. മാത്രമല്ല ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ എ റിബൽ ടു കൺവിൻസ് അതേഴ്സ്. തൻ്റെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ റിബൽ വളരെയേറെ കഷ്ടപ്പെടും. അതുമാത്രമല്ല അങ്ങനെയുള്ളവർക്ക് ഫ്രണ്ട്സുകളെ കിട്ടാനും കുറച്ച് പ്രയാസമായിരിക്കും. വുഡ് യു ലൈക്ക് ടു ബി എ റിബൽ? ഇഫ് യെസ് വൈ? ഇഫ് നോട്ട് വൈ നോട്ട്? നിങ്ങൾക്ക് റിബലാകാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും റിബലാകാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? I would not like to be a rebel because my friends and teachers do not want to see me as a rebel. അപ്പോൾ എനിക്ക് റിബലാവാൻ ആഗ്രഹമില്ല. യൂഷ്വലി കുട്ടികൾ റിബലാവാനായിട്ട് അങ്ങനെ വളരെ അപൂർവങ്ങളായിട്ട് മാത്രമേ കുട്ടികളിൽ റിബൽസിനെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. കാരണം കുട്ടികൾക്ക് എപ്പോഴും ടീച്ചേഴ്സിൻ്റെ ഒരു ആക്സെപ്റ്റൻസ്, ഫ്രണ്ട്സിൻ്റെ ഒരു ആക്സെപ്റ്റൻസ്, ഇതൊക്കെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടതാണ്. അതുകൊണ്ട് കുട്ടികൾ പലപ്പോഴും റിബൽസ് ആകുന്ന കുട്ടികൾ വളരെ 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 അപൂർവമാണ്. ഇനി നെക്സ്റ്റ് പേജിലേക്ക് നമുക്കൊന്ന് നോക്കാം. Find in the poem an antonym, a word opposite in meaning for each of the following words. ഇപ്പോൾ ആൻറ്റോണിയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. സിനോണിയം എന്ന് വെച്ചാൽ പര്യായ പദങ്ങൾ, ആൻറ്റോണിയം എന്ന് വെച്ചാൽ നമ്മുടെ വിപരീത പദങ്ങൾ, ഓപ്പോസിറ്റ്സ്. അപ്പോൾ ഈ ടെക്സ്റ്റിലുള്ള ഓപ്പോസിറ്റ്സ് ആണ് ചോദിക്കുന്നത് കേട്ടോ. ലോങ് ഷോർട്ട്, ഗ്രോ കട്ട്, ക്വയറ്റ്നസ് ഡിസ്റ്റർബൻസ്, സോബർ ഫാന്റാസ്റ്റിക്, ലോസ്റ്റ് found. Find in the poem lines that match the following. Read both one after the other. First one, the rebel refuses to cut his hair. അപ്പോൾ ടെക്സ്റ്റിൽ എന്താ സെൻറ്റൻസ് കൊടുത്തിരിക്കുന്നത്? The rebel lets his hair grow long. He says cats are better. The rebel expresses his preference for dogs. He recommends dogs. The rebel puts in a good word for dogs. He is happy because there is no sun. The rebel regrets the absence of sun. He is noisy on purpose. The rebel creates a disturbance. അപ്പോൾ ഈ പോം പഠിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ റിബൽ എന്ന് പറയുന്നതിനെ എന്താണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് ടീച്ചർ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ലെസൺ മനസ്സിലായെന്ന് ടീച്ചർ വിശ്വസിക്കുന്നു. read the poem several times and copy the notes to your notebook. Thank you.